രാഹുൽ ഈശ്വർ, വിജയകുമാർജി ഇന്നലെ കൂടെ ഞാൻ കണ്ടതാണ്. വിജയകുമാർജി ഇന്നലെ കൂടെ ചെങ്ങന്നൂരിലും കണ്ടതാണ്. അദ്ദേഹത്തെ പോലൊക്കെ എത്ര വർഷങ്ങളായി പ്രയത്നിക്കുന്നവരെ അകറ്റി നിർത്തരുത്. ഇതിലെ പോയിന്റ് പ്രശാന്ത് ഇത് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് വളരെ താഴ്മയെ അപേക്ഷിക്കാനുള്ളത്, എല്ലാവരെയും വിളിക്കുക. ഇതൊരു രണ്ടാം നവോത്ഥാന സമിതിയാക്കി NSSനെ കൂടെ കൂട്ടി ഒരു രാഷ്ട്രീയ ലാഭം കാണരുത്. പകരം അയ്യപ്പന്റെ നന്മയ്ക്ക് വേണ്ടി തമിഴ്നാട്ടിലെ DMKയും BJPക്കാരും രണ്ടുപേരും മുരുക സമ്മേളനം നടത്തി. രണ്ടും ഗംഭീരമായിരുന്നു, രണ്ടും നല്ലതുമാണ്. നമ്മുടെ കേരളത്തിൽ ജനിച്ച ദൈവം, മലയാണ്മയുടെ ദൈവമാണ് സാക്ഷാൽ സ്വാമി അയ്യപ്പൻ. അപ്പോൾ എല്ലാരെയും ഒരുമിച്ച് വിളിച്ച് ആദ്യമേ ഇവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്താൽ ഇവർ ഓടി വരൂലേ? ഇപ്പൊ NSSും SNDPയും പോയി സുകുമാരൻ നായർ സാറിനെയോ അല്ലെങ്കിൽ സംഗീത് കുമാർജിയെയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ വിളിച്ച് നമ്മളിങ്ങനെ എല്ലാവരും നന്മയ്ക്ക് വേണ്ടി പരിപാടി ഉണ്ടുണ്ട് വരണം എന്ന് പറഞ്ഞാൽ വരൂല്ലെന്ന് പറയാൻ പറ്റൂ? RSSലെയും BJPയിലെയും നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതേ, അങ്ങനെ ഭരണത്തിൽ ഇരിക്കുന്നവർ വിളിച്ച് നമുക്കൊരു നന്മയ്ക്ക് വേണ്ടി പരിപാടിക്ക് പോകണമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയാൻ രാഹുൽ ഈശ്വർ, ഇപ്പൊ ഈ ദേവസ്വം ബോർഡിന് മുന്നിൽ സർക്കാരിന്റെ ഒരു വലിയ രാഷ്ട്രീയ നിയന്ത്രണം ഇപ്പോഴും പ്രകടമാകുന്നു. അങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ? അയ്യോ, അങ്ങനെയല്ല. അങ്ങനെ പോലും അല്ല. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെയാണ്. നമ്മൾ വേണമെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നൊക്കെ ഭംഗിക്ക് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ ഒരു CPM, CPI, പിന്നെ ഒരു വനിതാ പ്രതിനിധിയോ അല്ലെങ്കിൽ പിന്നോക്ക സംവരണം വെച്ചൊരു കാര്യം. കോൺഗ്രസ് വരികയാണെങ്കിൽ ഒരു നായർ, ഈഴവ, പിന്നെ പിന്നോക്ക ബാലൻസ്. ഇങ്ങനെയാണ് പോകുന്നത്. എല്ലാവർക്കും അറിഞ്ഞുകൂടെ? ഇതൊന്നും നമ്മൾ കണ്ണടച്ചിട്ട്. രാഹുൽ ഈശ്വർ, താങ്കൾ ഒന്ന് തുടരുക. അനിൽകുമാർ, CPM സംസ്ഥാന സമിതി അംഗം കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ അനിൽകുമാർ, അല്പസമയം മുമ്പ് PS പ്രശാന്ത് വിശദീകരിച്ചു, അതിലൊരു വിവാദത്തിന്റെ അടിസ്ഥാനമില്ല, കാര്യങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അയ്യപ്പ സേവാ സംഘം പോലെ ഈ മേഖലയിൽ കഴിഞ്ഞ 80 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന സംഘടനകളെയൊക്കെ വളരെ ശ്ലാഘനീയമായ രീതിയിൽ പ്രവർത്തിച്ച സംഘടനകളെ ഒന്നും അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ സംഘാടനത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ഈ നായരെ ഈഴവരെയൊക്കെ എല്ലാം തുടങ്ങിയ ആള് എന്ത് ന്യായമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന്മാർക്കൊന്നും പേരില്ലേ, വ്യക്തിത്വം ഇല്ലേ? ഇവരൊക്കെ എന്നാ നായര് ഈഴവരുമായി കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും പഴയ ജാതിബോധമാണ്. ഈ നായര് ഈഴവർക്കും എന്താ പ്രത്യേകിച്ചൊരു കുഴപ്പം? ദേവസ്വം ബോർഡിനകത്ത് നായര് ഈഴവരും വന്നാൽ ആർക്കാ ഇപ്പൊ തല പോണത്? കാണുന്ന മനുഷ്യന്മാരെല്ലാം ജാതിയുടെയും മതത്തിന്റെയും വാല്യൂ വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ സവർണ ബോധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നാട്ടിൽ ഇത്തരം ആളുകൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ അതിലെല്ലാം മേലെയാണ്. ജാതിക്ക് മേലെയല്ലേ അയ്യപ്പൻ, മതത്തിന് മേലെയല്ലേ അയ്യപ്പൻ. വാവൂർസ്വാമി ഇവരാരും ഇല്ലാതിരുന്ന കാലത്ത്, ഈ രാജാക്കന്മാരും തമ്പരാക്കന്മാരും ഇല്ലാതിരുന്ന കാലത്ത് അധികാരം നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് രാജകൊട്ടാരത്തിൽ കയറ്റാതെ വനത്തിലേക്ക് പോയിരുന്നൊരു കാലത്ത് വാവൂർസ്വാമിയാണ് അയ്യപ്പന്റെ കൂടെ ഉണ്ടായിരുന്നതിന്റെ ഐതിഹ്യം. ഇപ്പൊ രാജാക്കന്മാർക്ക് അയ്യപ്പനെ തിരിച്ചു വേണം, ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് അയ്യപ്പനെ തിരിച്ചു വേണം. എന്താ ഇവര് പറഞ്ഞത്? ശ്രീ അനിൽകുമാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മൾ പ്ലേയിങ് ടു ദി ഗാലറി കളിച്ചിട്ട് എന്ത് കാര്യമാണ്? RSSകാര് വാവരില്ല വാപൂരനാണെന്ന് പറയുന്നതിനെ എത്രയോ വർഷമായിട്ട് ശക്തമായിട്ട് എതിർക്കുന്ന വ്യക്തിയാണ് ഞാൻ. നമുക്കെല്ലാം റിയലിസ്റ്റിക്കലി കാര്യങ്ങൾ അറിയില്ലേ? അപ്പൊ പ്ലേയിങ് ടു ദി ഗാലറിക്ക് എന്താ അർത്ഥമുള്ളത്? എനിക്ക് അങ്ങയോടുള്ള ഏക റിക്വസ്റ്റ്, അങ്ങ് മുതിർന്നൊരു മെമ്പറാണ്. RSSന്റെയോ അല്ലെങ്കിൽ BJPയുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കുമ്മനം രാജശേഖരനെ പോലെ സർവ്വസമ്മതനായ സുധാകരൻ സാറ് പോലും അദ്ദേഹത്തിന്റെ സബ്മിഷൻസ് സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്നു. സുധാകരൻ സാറിന്റെ നന്മയാണത്. അവരെയും കൂടെ വിളിച്ച് പ്രാതിനിധ്യം ഉറപ്പാക്കുകയല്ലേ വേണ്ടത്? നമ്മൾ ഈ സ്കൂളിലെയും കോളേജിലെയും ഡിബേറ്റ് പോലെ എന്താ കാര്യം ഇതില്? ഒരു ചോദ്യം ഈ ശബരിമല എന്ന് പറയുന്ന അയ്യപ്പന്റെ പൂങ്കാവനമാണെന്ന് പറയുമ്പോൾ ശബരിമലയ്ക്ക് പുറത്ത് അയ്യപ്പന് പൂങ്കാവനമില്ലേ? അയ്യപ്പന് അതിർത്തികളില്ല എന്ന് പറയുന്നതല്ലേ യഥാർത്ഥ വിശ്വാസം? ശബരിമല അയ്യപ്പന് അതിർത്തികളില്ല എന്ന് പറയുന്നതല്ലേ യഥാർത്ഥ മതവിശ്വാസം, ദൈവവിശ്വാസം? അത് ശബരിമലയിലെ ഇത്തിരി വട്ടത്തിന്റെ ലിമിറ്റഡ് ദൈവമാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളല്ലേ ഈ പറയുന്ന കുമ്മനം രാജശേഖരൻ. അദ്ദേഹമാണോ ശബരിമല അയ്യപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ്? നിങ്ങൾ ഏത് നിലവാരത്തിലാണ് വ്യക്തികളെ അടയാളപ്പെടുത്തുന്നത്? അതുകൊണ്ട് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാർ, തെരഞ്ഞെടുക്കപ്പെട്ട ദേവസ്വം ബോർഡും അവിടെ ആ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു പരിപാടി നടത്തുന്നു. അതിനെ അനുവദിക്കുന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് കേരളത്തിൽ അധികാരം ഇല്ലാത്തതുകൊണ്ട് ഇത് തകർത്ത് കളയും. കേരളം പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ശബരിമലയെ ഞങ്ങൾ അടിച്ചു പൊളിക്കും. ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ അനിൽകുമാർ, അത് ഞാൻ താങ്കളുടെ നിലപാട്. പക്ഷേ എൻ്റെ തുടക്കത്തിലെ ചോദ്യം ഇതായിരുന്നു. ഈ അയ്യപ്പ സേവാ സംഘം പോലെ ഈ മേഖലയിൽ രാഷ്ട്രീയത്തിനപ്പുറം നിലനിന്നിരുന്ന ചില സംഘടനകളൊക്കെ ഉണ്ട്. ഒരുപക്ഷേ ഈ യുവതീ പ്രവേശന സമയത്തൊക്കെ അവർക്ക് സർക്കാരിനേക്കാൾ ഭിന്ന നിലപാടാവാം. പക്ഷേ അതിനപ്പുറം അയ്യപ്പ സേവാ സംഘം എന്ന സംഘടന ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമാക്കാത്തത് എന്ന ചോദ്യമാണ്. അതിലൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? അത് പരിശോധിക്കുമോ? ഇല്ല, ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. ലോകം മുഴുവൻ നടന്ന് അയ്യപ്പന്റെ പേരിൽ പിരിവ് നടത്തി
അതിന്റെ ഭാഗമായി തട്ടിക്കൂട്ട് നടത്തുന്ന കുറെ സംഘടനകൾ നാട്ടിലുണ്ട്. അങ്ങനെയൊന്നും പറയരുത്. ഇത്തരം സംഘടനകളിൽ നല്ല ചീത്തയൊന്നും സർക്കാരിന് പരിശോധിക്കാൻ നേരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സർക്കാർ ഇപ്പൊ ചെയ്യുന്നൊരു കാര്യമുള്ളൂ. ലോകത്തെ എല്ലാ ഭക്തന്മാർക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണോ, ബന്ധപ്പെടാൻ സംവിധാനം വേണോ? ലോക കേരള സഭ പോലെ അയ്യപ്പ ഭക്തന്മാർക്ക് ലോകത്തെല്ലായിടത്തുള്ളവർക്ക് വന്ന് ബന്ധപ്പെടാൻ സൗകര്യം അവിടെ ഉണ്ടാക്കുകയാണ്. അത് തുറന്ന പുസ്തകമാണ്. വരുന്ന ദേവസ്വം ബോർഡുകൾ ഇത് കാര്യയോടെ ചെയ്തു പോകും, തുടരുന്ന സർക്കാരുകൾ ഇത് കാര്യയോടെ ചെയ്തു പോകും. അങ്ങനെ സിസ്റ്റം ഉണ്ടാക്കുന്നതിന് സംഘപരിവാരത്തിന് എന്താ വിഷമം? അവര് ശബരിമലയ്ക്ക് തീവണ്ടിപ്പാത വേണമെന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കത്തില്ല. അല്ല ശ്രീ അനിൽകുമാർ, അവിടെ നമുക്ക് സംശയകരമായ ഒരു കാര്യം, നിങ്ങൾ എല്ലാവരെയും സംഘപരിവാറായി കാണുമ്പോൾ അതിന് പിന്നിൽ ഉണ്ടാവുന്ന ഒരു വെല്ലുവിളി വരുന്നല്ലേ? ഇപ്പൊ അയ്യപ്പ സേവാ സംഘമൊക്കെ അതേ രീതിയിൽ തന്നെ സംഘപരിവാറാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, ഞങ്ങൾ ഏതെങ്കിലും സംഘടനയെ കുറിച്ച് വിലയിരുത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ രംഗത്ത് കുറേയേറെ സംഘടനകൾ വിദേശത്ത് പണം തിരിച്ച് അപകരിച്ചുകൊണ്ട് പോകുന്നവരാണ്. അതിൽ അപകരിച്ചവരാര്, അപകരിക്കാത്തവരാര് സർക്കാർ കണക്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വീകരിക്കേണ്ടവരാര്, തിരസ്കരിക്കേണ്ടവരാരെന്നൊരു കണക്കിലേക്ക് സർക്കാർ പോകുന്നില്ല. ഭാവിയിൽ എന്ത് വേണം? ആർക്കും അവിടെ വരാമല്ലോ. അയ്യപ്പ ക്ഷേത്രത്തിൽ വരുന്നതിന് ആർക്കാ ബുദ്ധിമുട്ട്? ഇവരെല്ലാം അവിടെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് വരാമല്ലോ. വരട്ടെ, നോക്കാം. അല്ല, ഈ അവിടെ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് ചില കത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ പങ്കാളിത്തം കൊടുക്കുമോ? സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാവുന്ന തരത്തിലാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. അത് പണ്ട് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നൊക്കെ പറഞ്ഞ പോലെ ചോരയൊക്കെ ഒഴുക്കാനായിട്ട് ആളുകൾ തയ്യാറെടുത്ത് വന്നാൽ അതിനുള്ള സൗകര്യം അവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അതൊഴിച്ചുള്ള എല്ലാ സഹായവും അവിടെ കിട്ടും. അതിനൊരു മറുപടി രാഹുൽ ഈശ്വർ മറുപടി. അതിനൊരു മറുപടി, രണ്ട് കാര്യങ്ങൾ. ഒന്ന് പോസിറ്റീവ് പറഞ്ഞു തുടങ്ങാം. നമ്മുടെ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ സഖാവ് അയ്യപ്പനൊപ്പം വാവരെയും തൊഴുതിട്ടാണ് പോണോന്ന് പറയുമ്പോൾ എണീറ്റ് നിന്ന് കൈയടിക്കുന്ന സാധാരണ അയ്യപ്പ ഭക്തനാണ്. നിങ്ങളോടൊന്നും രാഷ്ട്രീയപരമായി യാതൊരു ആശയപരമായ വ്യത്യാസമുണ്ട്, അല്ലാതെ ഞങ്ങൾ ആരും BJP യോ സംഘപരിവാരോ അല്ല. രണ്ട്, അങ്ങയുടെ സ്വരത്തിൽ ഈ കോൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ പരസ്പരം യുദ്ധം ചെയ്യുന്നതിന്റെ ആറ്റിറ്റ്യൂഡ് വിടണം. കാര്യം അങ്ങ് ആലോചിച്ചാൽ മതി, 10,000 പോലീസുകാരും 4 സുപ്രീം കോടതി വിധിന്യായം ഉണ്ടായിട്ട് നിങ്ങൾ അവിടെ യുവതികളെ കയറ്റുന്നതിൽ വിജയിച്ചില്ല. ഞങ്ങൾ ഭക്തരെ വെല്ലുവിളിച്ച് യുദ്ധം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ നമുക്ക് ചെയ്യാം, സംശയമൊന്നുമില്ല. അത് നോക്കിയിരുന്നാൽ മതി. ഞാനടക്കമുള്ള വിരലെണ്ണാവുന്നവരാണ് ശബരിമലയ്ക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയത്. അന്ന് RSSും BJP യും കോൺഗ്രസും CPM-ഉം ശബരിമല വിധിന്യായം സുപ്രീം കോടതിയിൽ സ്വാഗതം ചെയ്യുകയായിരുന്നു. പക്ഷേ യുദ്ധത്തിനല്ല, സമവായത്തിനാണ് വേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ RSകാരനല്ല, RSകാരെ മുസ്ലിം വിരോധത്തിന്റെ പേര് എതിർക്കുന്ന വ്യക്തിയാണ്. എന്നാൽ കുമ്മനം ചേട്ടൻ അടക്കം എല്ലാവരെയും റെപ്രസെന്റേഷൻ. രണ്ട്, അയ്യപ്പ സേവാ സംഘത്തെ കുറിച്ച് പറഞ്ഞ് അങ്ങ് പിൻവലിക്കണം. ഭയങ്കര വിഷമകരമായ കാര്യമാണ്. അയ്യപ്പ സേവാ സംഘം ഒന്ന് RSSന്റെ അല്ല, സംഘം എന്ന പേര് മാത്രമേ ഉള്ളൂ. അയ്യപ്പ സേവാ സംഘത്തെയൊക്കെ അങ്ങനെ അധിക്ഷേപിക്കുന്നത് വിഷമകരമാണ്. എനിക്ക് തോന്നുന്നില്ല CPM-ലെ കാര്യങ്ങളും ചെയ്യും. നിരവധി സംഘടനകളുണ്ട്, അതിൽ നല്ല ചീത്തയെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും സംഘത്തെ ആക്ഷേപിച്ചോ? അതിൽ ചിലരെ വിളിച്ച് ചിലരെ വിളിച്ചില്ല എന്നിങ്ങനെ പറയാൻ പറ്റും? സർക്കാരിന് തെരഞ്ഞെടുത്ത് വിളിക്കാൻ പറ്റുമോ? സർക്കാർ ദേവസ്വം ബോർഡിന് വിളിച്ചൂടെ സാർ? ദേവസ്വം ബോർഡിന് വിളിച്ചൂടെ? കുഴപ്പക്കാരായ സംഘടനകളുണ്ട്, കുഴപ്പക്കാരല്ലാത്തവരുണ്ട്. ഇത് കുഴപ്പമില്ലാത്തതെന്ന് കണ്ടെത്താൻ പറ്റുമോ? അയ്യപ്പ സേവാ സംഘം ദേവസ്വം ബോർഡിന് മുമ്പ് സർക്കാരിന് പരിശോധനയ്ക്ക് ഇറങ്ങി തിരിച്ചിട്ടില്ല. ഇത് ആദ്യത്തെ സംരംഭമാണ്, നമ്മൾ തുടങ്ങട്ടെ. സർക്കാർ ഇതിന്റെ സതുദ്ദേശപരമായി മുന്നോട്ട് പോകുന്നതിനെ സഹായിക്കുക, പിന്തുണയ്ക്കുക. അയ്യപ്പന് വേണ്ടിയാണ്, ശബരിമലയ്ക്ക് വേണ്ടിയാണ്, നല്ലതിന് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുക, സഹകരിക്കുക. അതാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. അതിന്റെ പ്രതിനിധികളെ അക്കാര്യത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്നായി വരട്ടെ. NSSും SNDP അടക്കം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു ശതമാനം ഹിന്ദു സമൂഹം അംഗീകരിക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതോടൊപ്പം ആരെയും അകറ്റി നിർത്തണ്ട, എല്ലാരെയും ചേർത്ത് നിർത്താനൊരു അവസരമായി മാറട്ടെ. രാഹുൽ ഈശ്വർ, ഈ അനിൽകുമാർ, CPM-ഉം സർക്കാരും ഒക്കെ ആശങ്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൽ ഒരു ന്യായീകരണമില്ലേ അല്പം? രാഹുൽ ഈശ്വർ, താങ്കൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതായത് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ഇതൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇനി മുതൽ ക്യാരി ഓവറാണ്. ഇനി മുതൽ വരുന്ന സർക്കാരുകൾ, അത് LDF ആവട്ടെ, UDF ആവട്ടെ, BJP ആവട്ടെ, വരുന്ന സർക്കാരുകൾക്ക് തുടരാവുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയാണ്.
എന്നാണ് അവരുടെ വലിയൊരു വാദം അവർ മുന്നോട്ട് വെക്കുന്നത്. അതിനൊരു കാരണം നല്ല കാര്യമാണ്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഇതിൽ 2-3 നിലപാടുകളുണ്ട്. ഒന്നൊരു ഹിന്ദുത്വ നിലപാടാണ് RSS BJP മുമ്പോട്ട് വെക്കുന്ന ഹിന്ദുത്വ നിലപാട്. അത് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും ഇല്ലാത്തതുകൊണ്ടാണല്ലോ NSSൽ സംഗീത് കുമാറിനെ പോലെ മുതിർന്ന ഒരു നേതാവിനെ അയച്ചത്, SNDP അയച്ചത്, 12 റോയൽ ഫാമിലി അയച്ചത്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും അവർ സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നോക്ക ഹിന്ദു സംഘടനകളെ വിളിച്ചിട്ടുള്ളത് നല്ല കാര്യം. എന്നാൽ RSSനെയും BJPയെയും തള്ളിക്കളയാൻ CPMനും മറ്റും പറ്റും. പക്ഷെ ഞങ്ങളോടടക്കം ഈ പ്രക്ഷോഭങ്ങളിൽ ഒരുമിച്ച് നിന്ന് പോരാടിയവരാണ് അവർ. അവരെ തള്ളി പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത് നിങ്ങളുടെ നിലപാട്. പക്ഷേ സർക്കാർ ഒരു പക്ഷേ ഭയപ്പെടുന്ന ഒരു കാര്യം അവർക്ക് മുന്നിലുണ്ടാവും. നമുക്ക് കണ്ടതാണ് പലപ്പോഴും ശബരിമലയിൽ നാമജപം ഒരു വലിയ പ്രതിഷേധ റാലിയായി മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വിശ്വാസം ആ കൂട്ടായ്മ വലിയ പ്രതിഷേധവും രാഷ്ട്രീയ സാധ്യതയുമാക്കിയ പല അനുഭവങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് കൂടിയാവാം ഈ സംഘടനകൾക്ക് ഒരു നിയന്ത്രണം വേണമെന്ന് സർക്കാർ കരുതിക്കൂടെ? ഒരാളെ മോശമാക്കുകയും വേറൊരാളെ നന്നാക്കുകയല്ല. തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുന്ന ശശികല ടീച്ചർ അടക്കമുള്ളവരെയും വാവരില്ല വാപുരനാണെന്ന് കള്ളം പറയുന്ന തീവ്ര ഹിന്ദുത്വവാദികളെ വിളിക്കണ്ട. പകരം കുമ്മനം രാജശേഖരൻ പണ്ടൊരു ഗവർണറായിരുന്നു, വളരെ ആദരണീയനായ മുതിർന്നൊരു വ്യക്തിയാണ്, അയ്യപ്പന് വേണ്ടി കഴിഞ്ഞ 50 വർഷമായി പോരാടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ എല്ലാ ഹിന്ദുത്വ സംഘടനകൾക്കും ഒരു റെപ്രസെന്റേഷനാണ്. നമ്മൾ കോളേജിലെ ഡിബേറ്റ് അല്ലല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ജയിക്കാൻ, പഞ്ച് ഡയലോഗ് അടിച്ച് ജയിക്കാൻ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പിള്ളേരല്ലല്ലോ. സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതല്ലേ. കുമ്മനം ചേട്ടൻ അവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും മോശം സംസാരിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് കുമ്മനം ചേട്ടനെ വിളിക്കുക, എല്ലാവരുടെയും റെപ്രസെന്റേഷൻ ഉറപ്പാക്കുക. കോൺഗ്രസ് ഇപ്പൊ തെന്നല സാർ ഉണ്ടായിരുന്നെങ്കിൽ, തെന്നല ബാലകൃഷ്ണപിള്ള സാർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ വിളിക്കായിരുന്നു. പ്രയാർ സാർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം. രണ്ടുപേരും നമ്മളോടൊപ്പം ഇല്ല. കോൺഗ്രസിൽ നിന്ന് ഇതേപോലെ ഒരാളെ വിളിക്കുക. അങ്ങനെ ഒരു സർവകക്ഷി ഫീൽ ഇതിന് കൊടുക്കണമെന്ന് പറയുമ്പോൾ CPMകാർ ഇപ്പോഴും ഇതൊരു ഞാൻ ജയിക്കാൻ, അതായത് അവര് വൺ അപ്പ് മാൻഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ RSSനെ അടിക്കാൻ ഒരു വടിയായി കാണുകയാണ്. അങ്ങനെ കാണുന്നതിന് പകരം അയ്യപ്പനെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം എന്നൊരു ചിന്ത, അതാണ് തമിഴന്മാരിൽ നമ്മൾ പഠിക്കേണ്ടത്. അവരുടെ ജല്ലിക്കെട്ട് വല്ലതും വന്നാൽ അവർ DMKയും ADMKയും കോൺഗ്രസും BJP എല്ലാം ഒരുമിച്ച് നിന്ന് ആ ജല്ലിക്കെട്ടിനെ പ്രതിരോധിക്കും. നമ്മൾ അതേപോലെ നമ്മുടെ ശബരിമല, അതിന്റെ കാര്യം എന്താണെന്നും കൂടെ പറയാം. ഇനി ദൈവവിശ്വാസം മാറ്റി വെച്ചോളൂ. 300-400 കോടി രൂപയാണ് ശബരിമല എല്ലാ വർഷവും വരുമാനം, നടവരുമാനം. 10,000 കോടിയോളമാണ് ശബരിമല കാരണം കേരള സംസ്ഥാനത്ത് കിട്ടുന്നത്. ആലോചിച്ച് നോക്കണം, 10,000 കോടി രൂപയാണ് കേരളത്തിലെ ഏറ്റവും വലിയ റവന്യൂ ഏർണിംഗ് ആയ സ്ട്രീംസിൽ ഒന്നാണ് ഇത്. അപ്പോൾ നമ്മുടെ നാടിനെ, സമ്പദ് വ്യവസ്ഥയെ, അമ്പല സംവിധാനത്തെ, 10,000-കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ, കുടുംബത്തെ ഒക്കെ താങ്ങി നിർത്തുന്ന ഒരു കാര്യമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനൊരു നന്മയുണ്ടാകും. ഇപ്പൊ അയ്യപ്പ സേവാ സംഘത്തിന് വിജയകുമാർജി വിളിച്ചില്ല എന്ന് പറഞ്ഞു, ഭയങ്കര വിഷമമാണ്. അവർക്ക് എത്ര കാലമായി ശബരിമലയ്ക്ക് വേണ്ടി ജീവിതവും മറ്റും ഒഴിഞ്ഞു വെച്ചതാണ്. അപ്പൊ എല്ലാവരെയും വിളിക്കുക. അപ്പൊ അവരെ വിളിക്കുക. ഇവർക്ക് ഒരു ഇൻവിറ്റേഷൻ സർക്കാരിന് കൊടുക്കുന്നതിന് എന്ത് നഷ്ടമാണുള്ളത്? അപ്പൊ ഈ ഇൻക്ലൂസീവ് ആകുക എന്നുള്ളത് CPMനെ മോശം പറയാനല്ല, അവരുടെ ഉദ്യമം നല്ലതാണ്, ബഹുമാനിക്കുന്നു, സ്വാഗതാർഹമാണ്. പക്ഷേ എല്ലാ ഹിന്ദു സംഘടനകളെയും ഹിന്ദുത്വവാദികളെയും കൂടെ വിളിച്ച് ആ റെപ്രസെന്റേഷൻ ഉറപ്പാക്കുന്നതിലൂടെയാണ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ ഡിബേറ്റ് മത്സരത്തിലല്ല, രാജ്യത്തെയും സംസ്ഥാനത്തെയും മുമ്പോട്ട് നന്നായി എങ്ങനെ കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്ന ഒരു ചാനൽ ചർച്ചയിലല്ലേ നമ്മൾ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് പരസ്പരം സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ സംസാരിക്കരുത്, ഒരുമിച്ച് കൊണ്ടുപോകാൻ. എനിക്ക് ഒറ്റ കാര്യം കൂടെ, ഞാൻ ചുമ്മാ പറയുന്നതല്ല, എനിക്ക് വളരെ ആവേശം തോന്നി നമ്മുടെ സഖാവ് പിണറായി വിജയൻ സഖാവ്, നമ്മുടെ മുഖ്യമന്ത്രി അയ്യപ്പന്റെ അവരുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടപ്പോ. ഇതൊരു സാധാരണ മലയാളിക്ക്, കോൺഗ്രസ്സുകാരനും BJPക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ആവേശം ഉണ്ടാകുന്നതാണ്. ഈ ലൈൻ അദ്ദേഹം തുടർന്നാൽ മതി. വളരെ നന്ദി. എന്തായാലും രാഹുൽ ഈശ്വർ, എന്തായാലും സർക്കാർ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിവാദം തീരുന്നില്ല. അതിൽ ബന്ധപ്പെട്ടവരെയൊക്കെ ഇപ്പോഴും ക്ഷണമില്ലെന്ന് വാദമുയരുന്നുണ്ട്. പക്ഷേ വിവാദങ്ങൾക്ക് ഒരടിസ്ഥാനമില്ലെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ തന്നെ പദ്ധതിയാണ് അത്. സർക്കാരിൻ്റെ സഹായം തേടി മുന്നോട്ട് പോകുന്നു.